PGBP എന്ന് പറയുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ DT സിലബസിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഏരിയയാണ്. നിങ്ങൾക്ക് PGBPനെ പറ്റി നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ DT നിങ്ങൾക്ക് മാനേജബിൾ ആയിട്ട് മാറും. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റാ. ഓക്കെ, ഞാൻ കഴിഞ്ഞ വീക്കിൽ പോസ്റ്റ് ചെയ്ത നമ്മുടെ പ്രീവിയസ് അനാലിസിസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും PGBP ആണ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ ഇന്ന് കൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ്, കംപ്ലീറ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും പിന്നെ ക്വസ്റ്റ്യൻസ് ഇതിലെ അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. സോ ഇന്നലെ ബൈ എനി ചാൻസ് നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. നമുക്ക് ഇന്നലെ നമ്മൾ പഠിച്ച അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം നമ്മൾ ഇന്നൊന്നും കൂടെ റിവൈസ് ചെയ്യും. PGBPനെ പറ്റി നമുക്കൊരു നല്ല പിക്ചർ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, സോ ലെക്ചർ നോട്ട്സ് എഴുതുന്നുണ്ടല്ലോ അല്ലേ? നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇന്നലെ നമ്മൾ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തത് 40B നമ്മൾ ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബൈ എ ഫേം ടു ഇറ്റ്സ് പാർട്ട്നേഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഓക്കെ, മാക്സിമം അലൗഡ് ഡിഡക്ഷൻ എത്രയാണ്? എത്ര പെർസെന്റേജ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ? പറയൂ, ചാറ്റ് ബോക്സ് ഉപയോഗിക്കൂ. മാക്സിമം അലൗഡ് ഡിഡക്ഷൻ എത്രയാ? ചാറ്റ് ബോക്സ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മാക്സിമം അലൗഡ് ഡിഡക്ഷൻ, യെസ്, 12%. ഓക്കെ, എന്റെ ഡൗട്ട് 12% ഓഫ് വാട്ട്? 12% ഓഫ് ക്യാപിറ്റൽ ആണോ? 12% ഓഫ് പ്രോഫിറ്റ് ആണോ? 12% ഓഫ് ക്യാപിറ്റൽ, യെസ്. പിന്നെ നമ്മൾ ബുക്ക് പ്രോഫിറ്റ് കമ്പ്യൂട്ടേഷൻ, ദാറ്റ് ഈസ് ഫോർ ദി പർപ്പസ് ഓഫ് കമ്പ്യൂട്ടിംഗ് ദി എമൗണ്ട് വിച്ച് ക്യാൻ ബി അലൗഡ് ആസ് സാലറി നമ്മൾ കമ്പ്യൂട്ട് ചെയ്തായിരുന്നു. ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ബുക്ക് പ്രോഫിറ്റ് കറക്റ്റ് ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യുക. എന്നിട്ട് 3 lakhും പിന്നെ എമൗണ്ട് എക്സീഡിങ് 3 lakh ഒന്ന് സെപ്പറേറ്റ് ചെയ്യുക. എന്നിട്ട് ഡയറക്ട്ലി ആ ഫോർമുല അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ചെയ്യാം. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. സോ നമുക്കൊരു പ്രോബ്ലം ആദ്യമേ ചെയ്തേക്കാം. DTയും നമ്മുടെ PGBP ക്യാപിറ്റൽ ഗെയിൻ ഒന്നും നിങ്ങൾ തിയറി വായിച്ചുകൊണ്ടിരിക്കല്ലേ കേട്ടോ, പ്രോബ്ലം ചെയ്ത് നോക്കണം. പ്രോബ്ലം ചെയ്തില്ലെങ്കിൽ നമ്മളുടെ പ്രിപ്പറേഷൻ ശരിയാകില്ല. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓക്കെ, സോ capital balance is equal to 6 lakh. Interest on capital actually given is equal to 2,05,000. Profit is equal to 1,75,000. Compute amount to be disallowed. Compute ചെയ്യുക, പെട്ടെന്ന് കമ്പ്യൂട്ട് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള ഫിഗേഴ്സ് എല്ലാം ഉണ്ട്. പെട്ടെന്ന് ആ ഫിഗർ ഒന്ന് കമ്പ്യൂട്ട് ചെയ്യുക. കമ്പ്യൂട്ട് എമൗണ്ട് ടു ബി ഡിസലൗഡ്. പെട്ടെന്ന്. ഓക്കെ, പെട്ടെന്ന് കമ്പ്യൂട്ട് ചെയ്യുക. കമ്പ്യൂട്ട് ദി എമൗണ്ട് ടു ബി ഡിസലൗഡ്. ഡിസലവൻസ് എത്ര രൂപ വരും? അതാണ് നമുക്കറിയേണ്ടത്. ഇതിന്റെ പെർസെന്റേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. കമ്പ്യൂട്ട് എമൗണ്ട് ടു ബി ഡിസലൗഡ്.
പെട്ടെന്ന് കമ്പ്യൂട്ട് ചെയ്യുക. നോ ടൈം. പെട്ടെന്ന്. ഓക്കെ, എമൗണ്ട് കിട്ടിയോ? മാക്സിമം എത്ര എമൗണ്ട് വരെ അലോ ചെയ്യും? അലോ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യുക. എമൗണ്ട് ഇൻ എക്സസ് ഓഫ് അലൗഡ് എമൗണ്ട് we will disallow it. ഓക്കെ, കറക്റ്റ് ആൻസർ നോക്കട്ടെ. സൊല്യൂഷൻ. നമുക്ക് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം മാക്സിമം 12% ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, 12% ഓഫ് ക്യാപിറ്റൽ വരെ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. നമുക്കിവിടെ ക്യാപിറ്റൽ എമൗണ്ട് ഉള്ളത് 6 lakh rupees. ഓക്കെ, so interest on capital, maximum amount of interest on capital that is allowed is 6 lakh into 12%, which will be 72,000 അല്ലേ? മാക്സിമം 72,000 rupees അലൗ ചെയ്യാൻ പറ്റൂ എന്ന് പറയാൻ. പക്ഷേ നമ്മുടെ പാർട്ടി 2,05,000 rupees, നമ്മുടെ പാർട്ണർഷിപ്പ് ഫേം 2,05,000 rupees ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിട്ട് പേ ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് എക്സസ് എമൗണ്ട് നമ്മൾ ഡിസലൗ ചെയ്യണം. എക്സസ് എമൗണ്ട് നമ്മൾ ഡിസലൗ ചെയ്യുക. അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. സോ വിച്ച് വിൽ ബി എത്രയാ പറയൂ? 2,05,000 minus 72,000. So the amount is equal to എത്ര വരും? ഒന്ന് കമ്പ്യൂട്ട് ചെയ്തേ. 2,05,000 minus 72,000 എത്രയുണ്ട് പറ? 1,33,000 ആണോ? ഓക്കെ, 1,33,000 rupees നമ്മളിവിടെ ഡിസലോ ചെയ്യും. ഓക്കെ, അതായത് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടത്, ശ്രദ്ധിക്കുക, നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നതിന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഒരു കുഴപ്പമില്ല. എത്ര എമൗണ്ട് വേണേലും ഇവർ കൊടുത്തോട്ടെ, നോ ഇഷ്യൂ. പക്ഷേ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം 12% ഓഫ് ക്യാപിറ്റൽ, മാക്സിമം 12% ഓഫ് ക്യാപിറ്റൽ വരെ മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിട്ട് കൊടുക്കാൻ പറ്റൂ. അതിൽ കൂടുതൽ ഇവർ കൊടുത്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൽ കൂടുതലുള്ള എമൗണ്ട് ഡിസലോ ചെയ്യേണ്ടി വരും. അതാണ് ഇവിടെ നമ്മൾ ഈ എക്സ്പെൻസ് ഡിസലോ ചെയ്യുന്നത്. ഓക്കെ, എക്സസ് എമൗണ്ട് മാത്രം നമ്മൾ ഡിസലോ ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വൺ. ഓക്കെ, ഈ ഒരു നെക്സ്റ്റ് പ്രൊവിഷൻ 48(2). ഈ പ്രൊവിഷനൊക്കെ ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മറക്കില്ല. 48(2). 48(2) മീൻസ് ഒരു എക്സ്പെൻസ് ഇൻകർ ആയിട്ടുണ്ട്. ഓക്കെ, ഒരു എക്സ്പെൻസ് പേ ചെയ്തു. പേയ്മെന്റ് കൊടുത്തത് ഒരു റിലേറ്റീവിനാണ്, അല്ലെങ്കിൽ സ്പെസിഫൈഡ് പേഴ്സൺ ആണ് പേയ്മെന്റ് കൊടുത്തിരിക്കുന്നത്. അതിപ്പം എക്സാമ്പിൾ, ഇതൊരു കമ്പനി ആണെങ്കിൽ നമ്മുടെ ഈ ഒരു പർപ്പസിന് വേണ്ടി സ്പെസിഫൈഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഡയറക്ടർ, അല്ലെങ്കിൽ റിലേറ്റീവ് ഓഫ് ഡയറക്ടർ, അതും അല്ലെങ്കിൽ എനി പേഴ്സൺ ഹാവിംഗ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. എനിവേ, നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ട പ്രൊവിഷൻ വളരെ സിമ്പിൾ ആണ്. ലിസൺ. ലെറ്റ്സ് സേ, ഒരു എക്സാമ്പിൾ പറയാനായിട്ട്, ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേര് പറ. നമ്മുടെ നാട്ടിലൊരു കമ്പനിയുടെ പേര് പറ. റിലയൻസും ടാറ്റയും അദാനി ഒഴിച്ച് ബാക്കി ഏതെങ്കിലും ഒരു കമ്പനി പറയൂ. ഇന്ത്യയിലുള്ള കമ്പനികളോ നിങ്ങൾക്കറിയില്ലേ? എനി കമ്പനി, എനി ഇന്ത്യൻ കമ്പനി. റിലയൻസ്, ടാറ്റ, അദാനി പറയല്, വേറെ ഏതെങ്കിലും കമ്പനിയുടെ പേര് പറയാം. പറയൂ പറയൂ, ഞാൻ പറയുന്ന കേൾക്കാൻ മേലെ, പറയൂ. ക്ലിയർ ആവുന്നില്ലേ? എനി ഇന്ത്യൻ കമ്പനി.
ചാറ്റ് ബോക്സ് ഉപയോഗിക്കുക. നിങ്ങളെന്താ ചാറ്റ് ബോക്സ് ഇന്നോട്ട് ഉപയോഗിക്കാത്തത്? ചാറ്റ് ബോക്സ് ഉപയോഗിക്കുക. എനി ഇന്ത്യൻ കമ്പനി. എനി ഇന്ത്യൻ കമ്പനി. പറയൂ, വെയിറ്റിംഗ് ആണ്, പെട്ടെന്ന്. എനി ഇന്ത്യൻ കമ്പനി. ഓക്കെ, ഇൻഫോസിസ്. ഓക്കെ, സോ ഇൻഫോസിസ് എന്നൊരു കമ്പനി നിങ്ങൾക്കറിയാം. ഇൻഫോസിസ് എന്ന കമ്പനിയിലെ ഒരു ഡയറക്ടറാണ് ലെറ്റ്സ് സേ മിസ്റ്റർ എ. ഇൻഫോസിസ് എന്നൊരു കമ്പനിയിലെ ഡയറക്ടറാണ് മിസ്റ്റർ എ. മിസ്റ്റർ എയുടെ വൈഫാണ് മിസ്റ്റർ വൈ. മിസ്സിസ് വൈ. മിസ്റ്റർ എയുടെ വൈഫാണ് മിസ്സിസ് വൈ. ഓക്കെ, സോ നമ്മൾ ഇത് റിലേറ്റഡ് ആണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇൻഫോസിസ് എന്ന കമ്പനി മിസ്സിസ് വൈക്ക് സാലറി കൊടുക്കുന്നുണ്ട്. മിസ്സിസ് വൈ ചില സർട്ടൈൻ കൺസൾട്ടിങ് സർവീസസ് ഇൻഫോസിസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സം കൺസൾട്ടിങ് സർവീസസ്, സം മാനേജ്മെന്റ് കൺസൾട്ടിങ് സർവീസസ് മിസ്സിസ് വൈ നമ്മുടെ ഇൻഫോസിസ് എന്ന കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുള്ളൊരു റെമ്യൂണറേഷൻ എന്ന രീതിയിൽ കുറച്ച് പേയ്മെന്റ് ഇൻഫോസിസ് മിസ്സിസ് വൈക്ക് കൊടുക്കുന്നുണ്ട്. ഈ കൺസൾട്ടിങ് സർവീസസിനുള്ള പേയ്മെന്റ് ആയിട്ട് ഡ്യൂറിംഗ് ദ ഇയർ 55 lakhs ഇൻഫോസിസ് മിസ്സിസ് വൈക്ക് പേ ചെയ്തിട്ടുണ്ട്. 55 lakh പേ ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു പേയ്മെന്റ് കൊടുക്കാനും ഇത്രയും ഒരു സിഗ്നിഫിക്കന്റ് എമൗണ്ട് പേയ്മെന്റ് എന്ന രീതിയിൽ കൊടുക്കാനുള്ള ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ നോളജോ മിസ്സിസ് വൈക്കില്ല. മിസ്സിസ് വൈയുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 10th ആണ്. അതിനപ്പുറത്തേക്ക് പുള്ളിക്കാരിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല, എഡ്യൂക്കേഷൻ ഇല്ല. ഇത്രയും സിഗ്നിഫിക്കന്റ് എമൗണ്ട് കൺസൾട്ടിങ് ചാർജസ് എന്ന് പറഞ്ഞ് വെറുതെ കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിനുള്ള എലിജിബിലിറ്റി മിസ്സിസ് വൈക്കില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മുടെ 40A2 എന്ന പ്രൊവിഷൻ എഫക്റ്റിൽ വരുന്നത്. 40A2 എന്ന എന്നൊരു പ്രൊവിഷനിൽ ഇൻഎലിജിബിൾ ആയിട്ടുള്ള എക്സ്പെൻസസ് അല്ലെങ്കിൽ എക്സസീവ് പേയ്മെന്റ് ടു റിലേറ്റീവ്സ്, എക്സസീവ് പേയ്മെന്റ് ടു റിലേറ്റീവ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സസ് എമൗണ്ട് നമ്മൾ ഡിസലോ ചെയ്യണം. ഇപ്പൊ നമ്മുടെ ഈ എക്സാമ്പിളിൽ മിസ്സിസ് വൈയുടെ ഒരു ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും പിന്നെ മിസ്സിസ് വൈയുടെ നോളജ് ഒക്കെ വെച്ച് മാക്സിമം 14 lakh rupees പേയ്മെന്റ് ആയിട്ട് കൊടുക്കാൻ എലിജിബിലിറ്റി ഉള്ളൂ. 14 lakh, വിച്ച് മീൻസ് ദി എക്സസ് എമൗണ്ട് എത്ര ഉണ്ട് ഇവിടെ? 55 minus 14 എത്ര വരും? 41 lakh അല്ലേ? എക്സസ് എമൗണ്ട് ദാറ്റ് ഈസ് 41 lakh നമ്മൾ ഡിസലോ ചെയ്യേണ്ടി വരും. കാരണം ഈ എക്സസീവ് എമൗണ്ട് കൊടുക്കാനുള്ള എലിജിബിലിറ്റിയോ ക്വാളിഫിക്കേഷനോ മിസ്സിസ് വൈക്ക് ഇല്ല. ഒരു എക്സാമ്പിൾ കൂടെ പറയാം, ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് സേ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേര് പറ, കേരള ബേസ്ഡ് കമ്പനി. ഒരു കേരള ബേസ്ഡ് കമ്പനിയുടെ പേര് പറ. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഒരു കേരള ബേസ്ഡ് കമ്പനി, എനി കമ്പനി പറയൂ. കേരള ബേസ്ഡ് കമ്പനി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനി പറയാം. ഓക്കെ, കല്യാൺ ഗ്രൂപ്പ്. ലെറ്റ്സ് സേ കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ് എന്നൊരു ലെറ്റ്സ് സേ ബീറ്റ് പാർട്ണർഷിപ്പ് ഫോം, ബീറ്റ് കമ്പനി ഓർ ബീറ്റ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, ഏതാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, സോ കല്യാൺ സിൽക്സ് എന്ന കമ്പനി, ലെറ്റ്സ് സേ ഇതൊരു കമ്പനി വേണ്ട, ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് ആണ്. കമ്പനിയാണ് പ്രൊപ്പറേറ്റർഷിപ്പ് ആണ്, വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഒരു എക്സാമ്പിൾ പർപ്പസിന് വേണ്ടി തൽക്കാലം ഇവിടെ പ്രൊപ്പറേറ്റർ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, കല്യാൺ സിൽക്സ് എന്നൊരു കമ്പനിയുണ്ട്, എന്നൊരു പ്രൊപ്പറേറ്റർഷിപ്പ് സ്ഥാപനമുണ്ട്. അതിന്റെ ഓണറുടെ പേരാണ് ലെറ്റ്സ് സേ മിസ്റ്റർ കല്യാണരാമൻ. ഓണറുടെ പേരാണ് മിസ്റ്റർ കല്യാണരാമൻ. ഇദ്ദേഹത്തിന്റെ വൈഫ് ഉണ്ട്, ദാറ്റ് ഈസ് മിസ്സിസ് കല്യാണരാമൻ.
മിസ്സിസ് കല്യാണരാമന് കല്യാൺ സിൽക്സ് എന്നൊരു ലാർജ് പ്രൊപ്പറേറ്റർഷിപ്പ് സ്ഥാപനത്തിൽ നിന്ന് എല്ലാ മാസവും ഒരു സാലറി കിട്ടുന്നുണ്ട്. ഓക്കെ, സാലറി കൊടുക്കുന്നത് HR മാനേജർ എന്നൊരു പൊസിഷനിലാണ് സാലറി കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ. സാലറി കൊടുക്കുന്നത് ഓൺ ആൻ ആവറേജ് മന്ത്ലി 2 lakh, ദാറ്റ് ഈസ് ഓൺ ആൻ ആവറേജ് 24 lakh പെർ ആനം സാലറി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ഓഫ് കോഴ്സ് ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടത് ഈ മിസ്സിസ് കല്യാണരാമന് ഇത്രയും എമൗണ്ട് സാലറി ആയിട്ട് വാങ്ങിക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ടോ? HR മാനേജർ എന്നൊരു പൊസിഷനാണ്, പൊസിഷൻ ഏത് ആയിക്കോട്ടെ, ആ പൊസിഷൻ അവരിപ്പോൾ ഏത് പൊസിഷനിൽ ഇരുന്നോട്ടെ, ആ പൊസിഷനിൽ ഇരുന്ന് ഇത്രയും എമൗണ്ട് സാലറി മേടിക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ടോ ഇല്ലയോ, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. ലെറ്റ്സ് സേ മിസ്സിസ് കല്യാണരാമൻ IIM അഹമ്മദാബാദിൽ നിന്ന് MBA HR എടുത്തൊരു പേഴ്സൺ ആണ്. സോ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ഷീ ഈസ് ക്വാളിഫൈഡ്. ഇങ്ങനെ ഒരു സാലറി കിട്ടുന്നതിന് പുള്ളിക്കാരി ക്വാളിഫൈഡ് ആണ്, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിസലവൻസ് ഒന്നും വരില്ല. കാരണം ഇത്ര എമൗണ്ട് സാലറി കിട്ടാനുള്ള എലിജിബിലിറ്റി ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, നോളജ് ഉണ്ട്, നോ ഇഷ്യൂ. ഓക്കെ, നോ ഇഷ്യൂ, ഒരു പ്രശ്നമില്ല. എന്നാൽ ഓൺ എ ഡിഫറെന്റ് കേസ്, ലെറ്റ്സ് സേ ഈ പറയുന്ന മിസ്സിസ് കല്യാണരാമന് അത്രയ്ക്ക് എഡ്യൂക്കേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഒരു നോർമൽ ഒരു ഡിഗ്രി മാത്രമേ ഉള്ളൂ. ആനുവലി 24 lakh സാലറി മേടിക്കാൻ തക്ക ക്വാളിഫിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല. ഒരു നോർമൽ ലെറ്റ്സ് സേ ഒരു BCom ഡിഗ്രി ഉണ്ട്. 24 lakh ആനുവൽ പാക്കേജ് വാങ്ങിക്കാനുള്ള എഡ്യൂക്കേഷനോ ക്വാളിഫിക്കേഷനോ സ്കില്ലോ എക്സ്പീരിയൻസോ ഒന്നുമില്ല. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ചെയ്യേണ്ടത് എക്സസ് എമൗണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് കമ്പ്യൂട്ട് ചെയ്യണം. ലെറ്റ്സ് സേ നോർമലി ഈ ഒരു ക്വാളിഫിക്കേഷൻ, ഇപ്പോൾ ഈ മിസ്സിസ് കല്യാണരാമന് ഉള്ള ഒരു ക്വാളിഫിക്കേഷനും പിന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസും വെച്ച് നോർമലി അതുപോലെ ഒരു പേഴ്സണ് കൊടുക്കുന്ന സാലറി ലെറ്റ്സ് സേ 8 lakh പെർ ആനമാണ്. 8 lakh പെർ ആനം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഡിസലവൻസ് കൊടുക്കേണ്ടത് എത്ര രൂപയ്ക്ക്, നിങ്ങൾ പറ. ഡിസലവൻസ് എത്ര രൂപയ്ക്ക് കൊടുക്കണം? നോർമലി 8 lakh rupees ആണ് ഈ ഒരു ക്വാളിഫിക്കേഷനും ഈ ഒരു എക്സ്പീരിയൻസും ഈ ഒരു നോളജും ഉള്ള ഒരു പേഴ്സണ് സാലറി ആയിട്ട് കൊടുക്കുന്നത്, നോർമലി ഒരു ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കേസിൽ 16 lakh rupees നമ്മൾ ഡിസലവ് ചെയ്യണം. 16 lakh rupees നമ്മൾ ഡിസലവ് ചെയ്യണം. ഓക്കെ, കാരണം ഇതൊരു എക്സസീവ് പേയ്മെന്റ്. 40A2 പ്രകാരം ഡിസലവൻസ് ഇവിടെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. 16 lakh rupees നമ്മൾ ഡിസലവ് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. 40A2. ഓക്കെ, അത് അത്രയും മതി. നെക്സ്റ്റ് വൺ 40A3. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പ്രൊവിഷനാണ്. ഓക്കെ, അതായത് 10,000 rupees മേളിൽ ക്യാഷ് ആയിട്ട് ഒരു എക്സ്പെൻസിന് പേയ്മെന്റ് കൊടുക്കാൻ പറ്റില്ല. ലെറ്റ്സ് സേ നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി ഒരു അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിട്ടുണ്ട്. ഒരു അഡ്വർടൈസ്മെന്റ് ഏജൻസിക്ക് നിങ്ങൾ 12,000 rupees ക്യാഷ് ആയിട്ട് കൊടുത്തു. 12,000 rupees ക്യാഷ് ആയിട്ട് ഒരു ദിവസം കൊടുത്തു. സ്ട്രൈറ്റ് അവേ നമ്മുടെ 40A3 ഇവിടെ അട്രാക്ട് ചെയ്യും. ഈ 12,000 rupees സ്ട്രൈറ്റ് അവേ ഡിസലവ് ചെയ്യും. കൂടുതൽ ചോദ്യമോ പറച്ചിലൊന്നുമില്ല, ഡിസലവ് ചെയ്യും. ഇതാണ് 40A3യുടെ പ്രത്യേകത. നമുക്കതിന്റെ കൂടുതൽ ആസ്പെക്ട്സ് ഇപ്പൊ നോക്കാം. സോ 10,000 rupees മേളിൽ ക്യാഷ് ആയിട്ട് ഒരു പേഴ്സണ് ഒരു ദിവസം കൊടുക്കാൻ പറ്റില്ല. 10,000 rupees പെർ പേഴ്സൺ ടു എ പേഴ്സൺ ഇൻ എ ഡേ. ഈ ലിമിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ 10,000 rupeesന്റെ സ്ഥാനത്ത് ചെറിയൊരു വ്യത്യാസം നമുക്ക് വരുത്താം. 35,000 rupees വരെ ക്യാഷ് ആയിട്ട് കൊടുക്കാം. ആർക്ക് വേണ്ടി? 35,000 rupees വരെ നമുക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കാം. ആർക്ക് വേണ്ടി എന്നൊരു ചോദ്യമുണ്ട്. 35,000 rupees വരെ നമുക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കാം. ആർക്ക്? ട്രാൻസ്പോർട്ടർ. ഒരു ട്രാൻസ്പോർട്ടർക്ക് പേയ്മെന്റ് നമുക്ക് 35,000 rupees വരെ ക്യാഷ് ആയിട്ട് കൊടുക്കാം. അതിനപ്പുറത്തേക്ക് പറ്റില്ല. 35,000 rupees ലിമിറ്റ് ഇവിടെ റിലവന്റ് ആണ്. നെക്സ്റ്റ് വൺ
സർ, ഇതിന് വേറെ എന്തെങ്കിലും എക്സെപ്ഷൻസ് ഉണ്ടോ? യെസ്, ഉണ്ട്. റൂൾ 6DD, അതായത് നമ്മുടെ ഈ പറയുന്ന 10,000 റുപ്പീസിന്റെ ലിമിറ്റ് ആപ്ലിക്കബിൾ അല്ലാത്ത കേസുകളുണ്ടോ? യെസ്, ഉണ്ട്. എപ്പോഴൊക്കെ? ഫസ്റ്റ് വൺ, when a payment is made to a bank, അല്ലെങ്കിൽ LIC, ഓക്കെ, അല്ലെങ്കിൽ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, എക്സെട്ര. നെക്സ്റ്റ് വൺ, when a payment is made to ഗവൺമെന്റിന് ഒരു പേയ്മെന്റ് നടത്തി, ക്യാഷ് ആയിട്ടാണ് നടത്തിയത്, നോ ഇഷ്യൂ. ടാക്സസ് ആണ് ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, പേയ്മെന്റ് ഈസ് മെയ്ഡ് ഫോർ പർച്ചേസ് ഓഫ് agricultural produce or produce of animal husbandry or fish products or horticulture products. അതായത് പർച്ചേസ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, പർച്ചേസ് ഓഫ് agricultural produce or purchase of animal husbandry produce including skin. ഓക്കെ, ആനിമൽ സ്കിൻ ഇവിടെ കവേർഡ് ആണ്. പിന്നെ ഫിഷ് പ്രൊഡക്ട്സ്, പിന്നെ അതുപോലെ തന്നെ ഹോർട്ടിക്കൾച്ചറൽ പ്രൊഡക്ട്സ്. വെൻ ദ പേയ്മെന്റ് ഈസ് മെയ്ഡ് ടു, എല്ലാവർക്കുമല്ല, കൾട്ടിവേറ്റർക്ക്, അതായത് ബേസിക്കലി കൃഷിക്കാരന് തന്നെ പേയ്മെന്റ് കൊടുക്കുമ്പോഴാണ് ഈ ഒരു എക്സംഷൻ ഉള്ളത്. ഓക്കെ, ഒരു കൃഷിക്കാരന് തന്നെ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യാഷ് ആയിട്ട് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഡിസൽവൻസ് അട്രാക്ട് ചെയ്യില്ല. ഓക്കെ, സോ കൾട്ടിവേറ്റർ or grower or producer of these items. ഓക്കെ, സോ വേറെ ആർക്ക് പേയ്മെന്റ് കൊടുത്താലും ഈ പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആയിട്ട് വരും. ഈ പേയ്മെന്റ്, അഗ്രികൾച്ചർ പ്രൊഡ്യൂസിനുള്ള പേയ്മെന്റ് കൊടുത്തത് ഒരു കൾട്ടിവേറ്റർക്കാണെങ്കിൽ എക്സംഷൻ കിട്ടും. ഓക്കെ, 35, നമ്മുടെ ഈ പറയുന്ന 10,000 റുപ്പീസ് ലിമിറ്റ് ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ട് വരത്തില്ല, നിങ്ങൾക്ക് ഇഷ്യൂസ് ഒന്നും ഉണ്ടാകില്ല. ഗ്രോവർക്കാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ 6DD നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, കാരണം നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പറയാൻ പോകുന്നത് ഒരു 10,000 റുപ്പീസിന് മേളിലേക്കുള്ള ഒരു പേയ്മെന്റ് നടത്തി. But the payment is made to a farmer for purchasing some agricultural produce. ഓക്കെ, ഡിസൽവൻസ് അട്രാക്ട് ചെയ്യുമോ ഇല്ലയോ? അട്രാക്ട് ചെയ്യില്ല. അതേസമയം ഒരു 10,000 റുപ്പീസിന്റെ ഒരു 12,000 റുപ്പീസിന് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് നിങ്ങൾ പർച്ചേസ് ചെയ്തു, നിങ്ങൾ ക്യാഷ് ആയിട്ടാണ് പേയ്മെന്റ് നടത്തിയത്. നിങ്ങളിത് പർച്ചേസ് ചെയ്തത് നിങ്ങളുടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ്. ഡിസൽവൻസ് അട്രാക്ട് ചെയ്യോ? യെസ്, അട്രാക്ട് ചെയ്യും. ഇത് ഒരു ഫാർമറിന്റെ കയ്യിൽ നിന്നാണ് നിങ്ങൾ ഈ മേടിക്കുന്നത്, നിങ്ങൾ പേയ്മെന്റ് കൊടുത്തത് ഒരു ഫാർമർക്കാണെങ്കിൽ നോ ഇഷ്യൂ. ദാറ്റ് ഈസ് ഒരു കൾട്ടിവേറ്റർ അല്ലെങ്കിൽ ഒരു ഗ്രോവർ, ഓക്കെ, ഇവർക്കൊക്കെ പേയ്മെന്റ് നടത്തുന്നതെങ്കിൽ നോ ഇഷ്യൂ. നെക്സ്റ്റ് വൺ, ഇനിയുണ്ട് എക്സെപ്ഷണൽ 1-2 കേസും കൂടെ ഉണ്ട്. നെക്സ്റ്റ് വൺ. ഓക്കെ, നെക്സ്റ്റ് വൺ, പേയ്മെന്റ് ഈസ് മെയ്ഡ് ഇൻ എ വില്ലേജ് ഓർ ടൗൺ വേർ ദർ ഇസ് നോ ബാങ്ക് ഫംഗ്ഷനിങ് അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണേൽ ക്യാഷ് ആയിട്ട്, റെയർ കേസാണ് കേട്ടോ, ഇതൊരു യുണീക് കേസാണ്. ഇപ്പൊ പേയ്മെന്റ് നടത്തിയത് ഒരു വില്ലേജിലാണ്, ആ വില്ലേജിൽ ആ ഒരു ടൈമിൽ ഒരു ബാങ്ക് ഇല്ല. ഓക്കെ, നോർമലി ഈ പേയ്മെന്റ് കൊടുത്തയാൾ റിസൈഡ് ചെയ്യുന്ന ഒരു വില്ലേജ് അല്ല, ഒരു റിമോട്ട് ഏരിയയിലുള്ള വില്ലേജ് ആണ്. ബാങ്ക് ഇല്ല എങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് എക്സംഷൻ കിട്ടും. ഓക്കെ, ഇത്രയും പ്രൊവിഷൻസ് ആണ് നമുക്ക് 43 അറിഞ്ഞിരിക്കാനുള്ള. 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം, നിങ്ങൾ ആൻസർ പറയുക. ഓക്കെ, ഒന്നുകൂടെ സെക്ഷൻ നമുക്ക് വേണമെങ്കിൽ റിവൈസ് ചെയ്യാം. സോ 48.3 ക്യാഷ് പേയ്മെന്റ് ഇൻ എക്സസ് ഓഫ് റുപ്പീസ് 10,000. ഓക്കെ, ഈ ക്യാഷ് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, ബെയറർ ചെക്ക് എന്താണെന്നറിയാലോ അല്ലെ? ബെയറർ ചെക്ക് ക്യാഷ് പേയ്മെന്റ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതേസമയം അക്കൗണ്ട് പേ ചെക്ക് കുഴപ്പമില്ല, അലൗഡ് ആണ്. സോ ബെയറർ ചെക്കും അക്കൗണ്ട് പേ ചെക്കോ ഡിഫറൻസ് ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ലെറ്റ്സ് സേ പെയ്ഡ് സാലറി rupees 10,500 in cash to employee on
24/5/2023. ഡിസലവൻസ് ഉണ്ടോ ഇല്ലയോ പറയുക. ഡിസലവൻസ് ഉണ്ടോ? ഈ ഒരു കേസിൽ ഡിസലവൻസ് ഉണ്ടാകുമോ ഇല്ലയോ? യെസ്, ഡിസലവൻസ് ഉണ്ട്. ഡിസ്അലൗഡ് 10,000 റുപ്പീസിന് മേലുള്ള പേയ്മെന്റ് ആണ്, ഡിസലവൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ. Let's say purchased goods payment made by bearer check amount rupees 17,000. ഡിസലവൻസ് അട്രാക്ട് ചെയ്യുമോ ഇല്ലയോ? യെസ് ഓർ നോ? പർച്ചേസ്ഡ് ഗുഡ്സ് ബെയറർ ചെക്ക് ഡിസലവൻസ് അട്രാക്ട് ചെയ്യുമോ ഇല്ലയോ? യെസ് ഓർ നോ? ബെയറർ ചെക്കാണ്. അക്കൗണ്ട് പേ ചെക്ക് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല. ബെയറർ ചെക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഈക്വൽ ടു ക്യാഷ്. സോ ഡിസലവൻസ് അട്രാക്ട് ചെയ്യും. ദിസ് വിൽ ബി ഡിസലൗഡ്. ഓക്കെ, റുപ്പീസ് 17,000 വിൽ ബി ഡിസലൗഡ്. നെക്സ്റ്റ് വൺ. Okay, payment of business expenditure rupees 15,000. Paid by bearer check. ഡിസലവൻസ് അട്രാക്ട് ചെയ്യുമോ ഇല്ലയോ? ഫുൾ എമൗണ്ട് ഡിസലവൻസ് ചെയ്യും. ഓക്കെ, നമ്മുടെ ഈ എക്സാമ്പിൾസിലൊക്കെ ഡിസലവൻസ് വരുന്നത് ഫുൾ എമൗണ്ടിനാണ്, എക്സസ് എമൗണ്ടിനല്ല. ഫുൾ എമൗണ്ടിന് ഡിസലവൻസ്. പെയ്ഡ് സാലറി 10,500 ഇൻ ക്യാഷ് 10,500 ഡിസലവ് ചെയ്യും. ഓക്കെ, പർച്ചേസ്ഡ് ഗുഡ്സ് ത്രൂ പേയ്മെന്റ് മെയ്ഡ് ബൈ ബെയറർ ചെക്ക് 17,000 റുപ്പീസ് ഡിസലവ് ചെയ്യും. 15,000 paid by bearer check. Bearer check is treated as equivalent to cash. So the entire amount will be disallowed. Next one. Next section 43B. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. ഈ എക്സ്പെൻസസ് ഇവിടെ ഒരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ എക്സ്പെൻസസ് നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ആക്ച്വൽ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടാവണം. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ പേയബിൾ ആയിട്ട് നിർത്തിയിട്ട് കാര്യമില്ല. ആക്ച്വൽ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടാവണം. എന്നാണ് സാർ നടത്തേണ്ടത്? ബിഫോർ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ ഓഫ് ഇൻകം, ദാറ്റ് ഈസ് ഇൻകം ടാക്സ് റിട്ടേൺ. ഓക്കെ, പേയ്മെന്റ് നടത്തിയിട്ടുണ്ടാവണം. നടത്തിയില്ലെങ്കിൽ നമുക്കിവിടെ ഡിസലവൻസ് ഉണ്ടാവും. എൻറ്റയർ എമൗണ്ട് ഡിസലവൻസ് ഇവിടെയും വരുന്നത്. ഓക്കെ, ഏതൊക്കെ എക്സ്പെൻസസ് ആണ്? ഫസ്റ്റ് വൺ, എനി സം പേയബിൾ ബൈ വേ ഓഫ് ടാക്സ് ഓർ ഡ്യൂട്ടി ടു ഗവൺമെന്റ്. സെക്കൻഡ് വൺ, any sum payable by employer, sum payable by employer by way of contribution to PF. Next one, any sum payable as bonus or commission. So ഈ എക്സ്പെൻസസ് ഒക്കെ ആക്ച്വൽ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടാവണം. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ആക്ച്വൽ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടാവണം. പേയ്മെന്റ് നടത്തിയില്ലെങ്കിൽ എൻറ്റയർ എമൗണ്ട് ഡിസലവൻസ് ചെയ്യും. നെക്സ്റ്റ് വൺ, interest on loan taken from a scheduled bank. ആക്ച്വൽ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടാവണം. നടത്തിയില്ലെങ്കിൽ ഡിസലവൻസ് ചെയ്യും. ഡിസലവൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ, ലീവ് എൻകാഷ്മെന്റ്. ലീവ് എൻകാഷ്മെന്റ് എക്സ്പെൻസ് ആയിട്ട് അലോ ചെയ്യും, ഒരു പ്രശ്നമില്ല. പക്ഷേ ആക്ച്വൽ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടോ ഇല്ലയോ നോക്കും. 43 പ്രകാരം ആക്ച്വൽ പേയ്മെന്റ് നടത്തിയിട്ടില്ല. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ പേയബിൾ എൻട്രി മാത്രമേ പാസ്സാക്കിയിട്ടുള്ളൂ. ഇൻ ദാറ്റ് കേസ് യെസ്, ഡിസലവൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ, എനി സം പേയബിൾ ബൈ SSC ടു ഇന്ത്യൻ റെയിൽവേസ് ഫോർ യൂസ് ഓഫ് റെയിൽവേസ് അസറ്റ്സ്. റെയിൽവേ അസറ്റ്സ്, എനിവേ ദാറ്റ്സ് ഇറ്റ്.
ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഈ ലിസ്റ്റ് നിങ്ങൾ പഠിക്കണം കേട്ടോ. 43B നമുക്ക് ഇത്രയും എക്സ്പെൻസസ് ആക്ച്വൽ പേയ്മെന്റ് ആവശ്യമാണ്. പേയബിൾ ആയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻട്രി വെച്ചിട്ട് കാര്യമില്ല. ആക്ച്വൽ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടാവണം. ആക്ച്വൽ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു. ഓക്കെ, ആക്ച്വൽ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ആക്ച്വലി പേ ചെയ്തിട്ടുണ്ടാവണം. പേ ചെയ്യാതെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻട്രി പാസ്സാക്കിയിട്ട് കാര്യമില്ല. എന്നാണ് സാർ പേ ചെയ്യേണ്ടത്? ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റിന് മുമ്പ്. അതായത് സെക്ഷൻ 139(1). ഓക്കെ, 139(1)ൽ നമുക്ക് ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഉണ്ട്. സോ ബിഫോർ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ദീസ് എക്സ്പെൻസസ് ഷുഡ് ബി പെയ്ഡ്, എൽസ് ദിസ് വിൽ ബി ഡിസ്അലൗഡ്. ഈ ഇൻട്രസ്റ്റ് ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കേട്ടോ. നെക്സ്റ്റ് വൺ, നമുക്കൊരു എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ, ലെറ്റ്സ് സേ ഇൻട്രസ്റ്റ് പേയബിൾ. നമുക്ക് ഒരു ലോൺ ഉണ്ട്. ആ ലോണിന്റെ ഇൻട്രസ്റ്റ് പേയബിൾ പെൻഡിങ് ആയിട്ട് നിൽക്കുവാണ്. 3 lakh rupees ഉണ്ട് ഇൻട്രസ്റ്റ് പേയബിൾ. ഓക്കെ, സോ ഇത് ഇൻട്രസ്റ്റ് പേയബിൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഒരുപാട് കാലമായിട്ട് നമ്മൾ ലോൺ ഒന്നും തിരിച്ചടച്ചിട്ടില്ല. ബാങ്കുകാർ പലതവണ വീട്ടിൽ വന്നു, പക്ഷേ നമ്മൾ ഇതുവരെ ലോൺ തിരിച്ചടച്ചിട്ടില്ല. അടയ്ക്കാനുള്ള പ്ലാനുമില്ല. എനിവേ, അതുകൊണ്ട് ബാങ്കുകാർ തന്നെ ഒരു കാര്യം പറഞ്ഞു, ഈ 3 lakh rupees നിങ്ങൾ തൽക്കാലം, അപ്പം ഇൻട്രസ്റ്റ് ആണ് കേട്ടോ, ഇൻട്രസ്റ്റ് പേയബിൾ ആണ് 3 lakh എന്ന് പറയുന്നത്. ഈ 3 lakh rupees തൽക്കാലം നിങ്ങൾ ഒരു ലോൺ ആയിട്ട് കൺവെർട്ട് ചെയ്തോളുക. ബാങ്കുകാർ തന്നെ പറഞ്ഞു ഈ സജഷൻ, ലോൺ ആയിട്ട് അങ്ങ് കൺവെർട്ട് ചെയ്യാം. എന്നിട്ട് ഈ ലോൺ എമൗണ്ട്, ഇതൊരു ഫ്രഷ് ലോൺ ആകട്ടോ, ഈ ഫ്രഷ് ലോൺ നിങ്ങൾ റീപേ ചെയ്താൽ മതി. നിങ്ങളിത് ഈ ഒരു സജഷനോട് നിങ്ങൾ സമ്മതം പറഞ്ഞു. അതായത് 3 lakh rupees ഇൻട്രസ്റ്റ് പേയബിൾ ഉണ്ട്, ലോൺ ആണ്, ലോൺ റീപേ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് 3 lakh rupees ഉണ്ട്. ഈ 3 lakh rupees ഒരു പുതിയ ലോണാക്കി മാറ്റി. ഓക്കെ, ഓൾറെഡി അടയ്ക്കാൻ പറ്റാതെ നിൽക്കുന്ന ഈ പറയുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് പുതിയൊരു ലോണായിട്ട് മാറ്റി. നമുക്കറിയേണ്ടത്, ഓക്കെ, ഇതിപ്പോ ഒരു പുതിയ ലോണാണേ. നമുക്കറിയേണ്ടത്, എന്നിട്ട് ഇതിന്റെ റീപേയ്മെന്റ് തുടങ്ങിയിട്ടില്ല, പുതിയ ലോണാക്കി മാറ്റി, അത്രയേ ഉള്ളൂ. റീപേയ്മെന്റ് നടന്നാലും ഇല്ലെങ്കിൽ നമുക്ക് റിലവൻസ് ഇല്ല. ഓക്കെ, നമുക്കറിയേണ്ടത് ഈ ലോണാക്കി മാറ്റിയ ഈ ഒരു പ്രോസസ്സ് ഇതൊരു റീപേയ്മെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? റീപേയ്മെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് 43B ഡിസൽവൻസ് അട്രാക്ട് ചെയ്യാതെ ഇരിക്കാൻ പറ്റുമോ? ഇദ്ദേഹം ആക്ച്വലി 3 lakh rupees ഒന്നും അടച്ചിട്ടില്ല. ലോൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് ഇൻട്രസ്റ്റ് പേയബിൾ ആയിട്ട് നിന്നിരുന്ന എമൗണ്ട് ലോണാക്കി മാറ്റി എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, വേറെ ചേഞ്ചസ് ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. നമുക്കറിയേണ്ടത് ഈ കൺവേർഷൻ ഓഫ് എ ലയബിലിറ്റി, കൺവേർഷൻ ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ ഇൻറ്റു ലോൺ, ഈ ഒരു പ്രോസസ്സ് നമുക്ക് ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടിയൊക്കെ റീപേയ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? കാരണം റീപേയ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാര്യം, നമുക്ക് ആ എമൗണ്ട് ഡിഡക്ഷൻ കിട്ടും. റീപേയ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ റീപേയ്മെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും ഈ എമൗണ്ട് ഡിസലവൻസ് വരും. ഓക്കെ, ഇതൊരു എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു കേസിലാണ്. നമുക്ക് കേസിലെ നമ്പർ ഒന്നും പിടിക്കണ്ട, പക്ഷെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ രീതിയിൽ. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ലോൺ ഇദ്ദേഹം റീപേ ചെയ്തോ? ഇല്ല. ഓക്കെ, ഓൾറെഡി ഉണ്ടായിരുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് നേരെ ലോൺ ആയിട്ട് മാറ്റി. ബേസിക്കലി അതിന്റെ ഒരു നേച്ചർ പോലും മാറിയിട്ടില്ല, അതിന്റെ പേരൊന്നും മാറ്റിയിട്ടേ ഉള്ളൂ, പുതിയൊരു ലോൺ വന്നതേ ഉള്ളൂ. എനിവേ, ഇവിടെ റീപേയ്മെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. Therefore, there will be disallowance as usual. ഡിസലവൻസ് ഉണ്ടാകും. ഓക്കെ, റീപേയ്മെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ദാറ്റ്സ് ഇറ്റ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ആ പ്രൊവിഷൻ ക്ലാരിറ്റി വന്നോളൂ. നെക്സ്റ്റ് വൺ, ഓക്കെ, നെക്സ്റ്റ് പ്രൊവിഷൻ, restriction on accepting loan in cash. റെസ്ട്രിക്ഷൻ ഉണ്ട്. 20,000 റുപ്പീസിന് മേളിൽ നമുക്ക് ക്യാഷ് ആയിട്ട് ഒരു ലോൺ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആക്സെപ്റ്റിംഗ് മാത്രമല്ല, റീപേയിങ് പോസിബിൾ അല്ല. 20,000 റുപ്പീസിന് മേളിൽ, ഓക്കെ, 20,000 റുപ്പീസിന് മേളിൽ ക്യാഷ് ആയിട്ട് നമുക്കൊരു ലോൺ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സിമിലർലി ഒരു ലോൺ റീപേയ്മെന്റും അലൗഡ് അല്ല. ജസ്റ്റ് ആ പ്രൊവിഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് വൺ, ഒരു ദിവസം നമുക്ക് മാക്സിമം എത്ര രൂപ വരെ ക്യാഷ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാം? ലെറ്റ്സ് സേ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ജുവലറി ഉണ്ട്. ഈ ജുവലറിയിൽ ലെറ്റ്സ് സേ രാവിലെ ഒരു കസ്റ്റമർ വന്നു. കസ്റ്റമർ
ഒരു 3 lakh rupeesന്റെ ഗോൾഡ് പർച്ചേസ് ചെയ്തു. കസ്റ്റമർ പറഞ്ഞു അദ്ദേഹത്തിന്റെ കയ്യിൽ ക്യാഷ് ഇല്ല. ഐ മീൻ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല. ക്യാഷ് ആയിട്ട് 3 lakh rupees ഉണ്ട്. ആ ക്യാഷ് ആയിട്ടുള്ള പൈസ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ഇഷ്യൂ റിയൽ ലൈഫിൽ ഇഷ്ടം പോലെ ഉണ്ടാകും. പ്രത്യേകിച്ച് അത്യാവശ്യം ലാർജ് ബിസിനസ്സുകാരുടെ ഇടയിൽ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാവും. പക്ഷേ ഇത് അലൗഡ് അല്ല. 2 lakh rupeesന് മേളിൽ ഒരു ദിവസം ക്യാഷ് ആയിട്ട് ഒരാളുടെ കയ്യിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. 2 lakh. ഓക്കെ. ഈ ഒരു പ്രൊവിഷൻ നമ്മൾ ഓർത്തിരിക്കണം. കാരണം നമുക്ക് ഇത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് വളരെ റിലവന്റ് ആണ്. 2 lakh rupees ഓർത്തേക്കണം. സോ there is a restriction on receipt of cash exceeding rupees 2 lakh. Next one. ഓക്കെ, ക്യാഷ് ആയിട്ട് പറ്റത്തില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. അക്കൗണ്ട് പേ ചെക്ക് ആയിട്ടോ ഫണ്ട് ട്രാൻസ്ഫർ ആയിട്ടോ ഒക്കെ ആക്സെപ്റ്റ് ചെയ്യാം. ഒരുപാട് പോയില്ല. ത്രൂ കാർഡ് പേയ്മെന്റോ അല്ലെങ്കിൽ നമ്മുടെ IMPS, ഗൂഗിൾ പേ, ഓക്കെ, ഇതൊക്കെ അലൗഡ് ആണ്. നമുക്ക് ഈ പറയുന്ന ക്യാഷ് റെസിപ്റ്റ് മാത്രമേ റെസ്ട്രിക്ഷൻ പറഞ്ഞിട്ടുള്ളൂ. നെക്സ്റ്റ് വൺ. ഓക്കെ സാർ, പക്ഷെ ഞാൻ റിസീവ് ചെയ്തു. ഈ പ്രൊവിഷൻ എനിക്കറിയാം, പക്ഷേ എങ്കിലും ഞാൻ റിസീവ് ചെയ്തു. എന്താണ് കോൺസിക്വൻസ്? റിസീവ് ചെയ്ത എൻറ്റയർ എമൗണ്ട്, ഓക്കെ, എക്സസ് എമൗണ്ട് അല്ല, എൻറ്റയർ എമൗണ്ട് ഡിസലവൻസ് ഉണ്ടാവും. ഡിസലവൻസ് അല്ല, പെനാൽറ്റി ആയിട്ട് പേ ചെയ്യേണ്ടി വരും. ഓക്കെ, എൻറ്റയർ എമൗണ്ട് നമ്മൾ ഈ 3 lakh rupees, ദ എൻറ്റയർ എമൗണ്ട് ഷുഡ് ബി പെയ്ഡ് ആസ് പെനാൽറ്റി. അതൊരു നിസ്സാര പ്രൊവിഷൻ അല്ല, നിങ്ങൾക്കത് അറിയാം. നെക്സ്റ്റ് വൺ. മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അത് ജസ്റ്റ് ഞാൻ നോട്ട് ഷെയർ ചെയ്യാം. നോട്ട് മാത്രം ഒന്ന് വായിച്ചാൽ മതി. നോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്, നോട്ട്സ് മാത്രം ഒന്ന് വായിച്ചാൽ മതി. നമുക്ക് 44AB പോകാം. 44AB ഈസ് ഓൾസോ നോൺ ആസ് ടാക്സ് ഓഡിറ്റ് പ്രൊവിഷൻ. ഓക്കെ, ടാക്സ് ഓഡിറ്റ് പ്രൊവിഷൻ. ദാറ്റ് ഈസ് ഓഡിറ്റ് ബൈ എ ആരാ ഓഡിറ്റ് ചെയ്യുന്നത്? ടാക്സ് ഓഡിറ്റ് ആരാ പെർഫോം ചെയ്യുന്നത്? ടാക്സ് ഓഡിറ്റ് ആരാണ് പെർഫോം ചെയ്യുന്നത്? ടാക്സ് ഓഡിറ്റ് ബൈ എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഓക്കെ, ടാക്സ് ഓഡിറ്റ് പ്രൊവിഷൻസ് രണ്ട് രീതിയിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ്. ഫസ്റ്റ് വൺ, ടാക്സ് ഓഡിറ്റ് പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ ഫോർ എ പേഴ്സൺ ക്യാരിയിങ് ഓൺ എനി ബിസിനസ്. നെക്സ്റ്റ് വൺ ഈസ് tax audit provisions for a person carrying on any profession. Profession means doctor, engineer, CA, CMA, CS, advocates. Okay, anyway, so there is business and there is profession. ഒരു ബിസിനസ് പേഴ്സന്റെ പ്രീവിയസ് ഇയർ ടേൺ ഓവർ, ഓക്കെ, പ്രീവിയസ് ഇയർ എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാം. അതായത് FY 2023-24, 22-23, ദാറ്റ് ഈസ് പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ 2022-23. സോ 22-23 ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പറേഷൻ ഒക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഡ്യൂറിംഗ് ദ ഇയർ, കറന്റ് ഇയർ, അതായത് അസസ്മെന്റ് ഇയറിൽ ഓഡിറ്റ് നടത്തേണ്ടി വരും. ഓക്കെ, സോ ലെറ്റ്സ് സേ ആനുവൽ ടേൺ ഓവർ 1 CR മേളിലേക്ക് ഉണ്ടെങ്കിൽ ഹി ഷുഡ് ഗെറ്റ് ഹിസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റഡ്. ആനുവൽ ടേൺ ഓവർ എന്ന വാക്ക് പറയുന്നത് സെയിൽ ഉണ്ട്, ഗ്രോസ് റെസീപ്റ്റ്സ് ഉണ്ട്, ടേൺ ഓവർ. ഓക്കെ, യു നോ ദ മീനിങ്. 1 crore മുകളിൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണം. ഇനി ഇൻ കേസ് ഓഫ് എ പ്രൊഫഷണൽ 50 lakh rupees മുകളിൽ ആനുവൽ ടേൺ ഓവർ അല്ലെങ്കിൽ ഗ്രോസ് റെസീപ്റ്റ്സ് ഉണ്ടെങ്കിൽ ഹി ഷുഡ് ഗെറ്റ് ഹിസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റഡ്. സോ ദർ ഈസ് 50 lakh ആൻഡ് 1 crore. 50 lakh പറഞ്ഞിട്ടുണ്ട്, 1 crore പറഞ്ഞിട്ടുണ്ട്. രണ്ടും സിഗ്നിഫിക്കന്റ് ആണ്, ഓർത്തിരിക്കണം, മറക്കല്ലേ. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. അമെന്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ്സ് സേ ഈ ഒരു ബിസിനസിന്റെ ലെറ്റ്സ് സേ ഒരു കമ്പനി ഉണ്ട്, എ ലിമിറ്റഡിന്റെ പ്രത്യേകത, അവരുടെ ട്രാൻസാക്ഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലെസ് ദാൻ 5% ഓഫ് ട്രാൻസാക്ഷൻസ് മാത്രമേ ക്യാഷ് ആയിട്ടുള്ളൂ. ക്യാഷ് റെസീപ്റ്റോ ക്യാഷ് പേയ്മെന്റോ, അങ്ങനെ ലെസ് ദാൻ 5% ഓഫ് ട്രാൻസാക്ഷൻ മാത്രമേ ക്യാഷ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാ ട്രാൻസാക്ഷൻസും ഒന്നില്ലെങ്കിൽ അക്കൗണ്ട് പേ ചെക്ക്, അല്ലെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ, ദാറ്റ് ഈസ് NEFT, RTGS, അതല്ലെങ്കിൽ IMPS. ഓക്കെ, സോ ഇവരുടെ ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ നോൺ ക്യാഷ് മോഡ്സിലാണ്.
അങ്ങനെയുള്ളവർക്ക് നമുക്ക് നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു പുതിയൊരു ബെനിഫിറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ, ദാറ്റ് ഈസ് യുവർ ടോട്ടൽ ക്യാഷ് റെസീപ്റ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെന്റ്സ് ഈസ് ലെസ് ദാൻ 5% ഓഫ് യുവർ ടോട്ടൽ റെസീപ്റ്റ്സ് ഓർ പേയ്മെന്റ്സ്. ഓക്കെ, അതായത് ലെറ്റ്സ് സേ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ നോക്കാം. എനിവേ, സോ എ ലിമിറ്റഡ് എന്നൊരു കമ്പനിയുടെ കാര്യം നമുക്ക് നോക്കാം. അവരുടെ ടോട്ടൽ റെസീപ്റ്റ്സ് എന്ന് പറയുന്നത് ലെറ്റ്സ് സേ 100 lakh. അവരുടെ ക്യാഷ് റെസീപ്റ്റ്സ് അറൌണ്ട് 4.5 lakh ആണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ 5%. അങ്ങനെയാണെങ്കിൽ ഇവർക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ക്യാഷ് റെസീപ്റ്റ്സിന്റെ കാര്യം പറഞ്ഞു, ഇതുപോലെ ക്യാഷ് പേയ്മെന്റിന് ആപ്ലിക്കബിൾ ആട്ടോ. സോ ബോത്ത് ക്യാഷ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്, if the total cash receipts, if the total payments are less than total receipts or payments, okay, if the total receipts or total payments, in case of total receipts or total payments, if the cash component or if the cash value is less than 5%, then ഇവർക്ക് പുതിയൊരു ബെനിഫിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവർക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ 1 crore പകരം ഇവിടെ നേരെ 10 crore ആണ്. ദാറ്റ് ഈസ് 10 crore മുകളിൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്താൽ മതി. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ അക്കൗണ്ടഡ് ആയിട്ടാണ് പോകുന്നത്. ഈ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഉള്ളപ്പോഴാണ് ഈ അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള ബിസിനസ് ഒക്കെ നടക്കുന്നത്. ഇവരുടെയൊക്കെ ട്രാൻസാക്ഷൻസ് ഓർ ദാൻ 95% ട്രാൻസാക്ഷൻസും ത്രൂ അക്കൗണ്ട് പേ ചെക്ക് അല്ലെങ്കിൽ ത്രൂ ബാങ്ക് അക്കൗണ്ട് ആണ്. അതുകൊണ്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാൻസാക്ഷൻസ് എല്ലാം ഫുള്ളി അക്കൗണ്ടഡ് ആണ്. അപ്പൊ പിന്നെ ഗവൺമെന്റ് വിചാരിച്ചത് ഒരു ഓഡിറ്റ് പ്രൊവിഷൻസിന്റെ ആപ്ലിക്കബിലിറ്റി ഇവർക്ക് കൊടുക്കണ്ട, ഇവർക്കൊരു എക്സ്ട്രാ ബെനിഫിറ്റ് കൊടുത്തേക്കാം. ഒരു 10 crore വരെ ടേൺ ഓവർ നിങ്ങൾക്ക് കുഴപ്പമില്ല, ഓഡിറ്റ് ചെയ്യേണ്ട. 10 crore മേൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്താൽ മതി. സോ അതുകൊണ്ട് ഇതൊരു അമെൻമെന്റ് ആണ്, നമുക്കിത് റിലവന്റ് ആണ്. ഓക്കെ, ലെറ്റ്സ് സേ എക്സാമ്പിൾ നോക്കാം. ഒരു കേരള ബേസ്ഡ് കമ്പനിയുടെ പേര് പറയാമോ? ഒരു കേരള ബേസ്ഡ് കമ്പനി, ഇമ്പോർട്ടന്റ് പ്രൊവിഷൻ ആണ്, ലിസൺ. ഒരു കേരള ബേസ്ഡ് കമ്പനിയുടെ പ്രൊവിഷൻ പറയുക. ഒരു കേരള ബേസ്ഡ് കമ്പനിയുടെ പേര് പറയുക, പ്രൊവിഷൻ അല്ല, പേര് പറയൂ. യെസ്, മുത്തൂറ്റ്. ലെറ്റ്സ് സേ മുത്തൂറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇതൊരു കമ്പനിയാണ്. സോ ഈ മുത്തൂറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ FY പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ, ദാറ്റ് ഈസ് FY 2022-23. FY 2022-23 ഇവരുടെ ടോട്ടൽ റെസീപ്റ്റ്സ് എന്ന് പറയുന്നത് ലെറ്റ്സ് സേ 100 lakh. ഇവരുടെ ടോട്ടൽ പേയ്മെന്റ്സ് എന്ന് പറയുന്നത് ലെറ്റ്സ് സേ 50 lakh. ഇതാണ് ടോട്ടൽ റെസീപ്റ്റ്സും ടോട്ടൽ പേയ്മെന്റ്സും. ഇതിൽ തന്നെ ഇതിൽ തന്നെ ക്യാഷ് റെസീപ്റ്റ്സ് എന്ന് പറയുന്നത് ഒരു 1 lakh. ഇവരുടെ ക്യാഷ് പേയ്മെന്റ്സ് എന്ന് പറയുന്നത് ലെറ്റ്സ് സേ സംതിങ് ലൈക്ക് 2 lakh rupees. ഓക്കെ, അതായത് സിംപ്ലി സ്പീക്കിംഗ് ഇവരുടെ ടോട്ടൽ റെസീപ്റ്റിന്റെ ലെസ് ദാൻ 5% ആണ് ക്യാഷ് റെസീപ്റ്റ്സ്. ഓക്കെ, ലെസ് ദാൻ 5%. സിമിലർലി പേയ്മെന്റ്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ടോട്ടൽ പേയ്മെന്റ്സിന്റെ ലെസ് ദാൻ 5% ആണ് ക്യാഷ് പേയ്മെന്റ്സ്. അങ്ങനെയാണെങ്കിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ടാക്സ് ഓഡിറ്റ് പ്രൊവിഷൻ, ദാറ്റ് ഈസ് 44AB പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആകണമെങ്കിൽ ഇവരുടെ ടോട്ടൽ റെസീപ്റ്റ്സ്, ടോട്ടൽ ടേൺ ഓവർ, ദാറ്റ് ഈസ് ഗ്രോസ് റെസീപ്റ്റ്സ് അല്ലെങ്കിൽ ടോട്ടൽ ടേൺ ഓവർ ഷുഡ് എക്സീഡ് 10 crore. 10 crore വരെ ഇവർക്ക് ടാക്സ് ഓഡിറ്റ് പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ അല്ല. ലെറ്റ്സ് സേ ഇവരുടെ ടേൺ ഓവർ 12 crore ആണ്. ഓഫ് കോഴ്സ് ഇവർക്ക് ടാക്സ് ഓഡിറ്റ് പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ പറയുന്നത് 44AB. ഇതൊരു അമെൻമെന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ. സോ 44ABയുടെ കാര്യം പറഞ്ഞു. സോ 44AB ഓഡിറ്റ് ചെയ്യണമെങ്കിലുള്ള ഒരു ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത്, ഒരു പ്രീ കണ്ടീഷൻ എന്ന് പറയുന്നത്, there should be proper books of accounts.
ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇല്ലാതെ ഓഡിറ്റ് പോസിബിൾ അല്ല. സോ ദർ ഷുഡ് ബി പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഈ ഒരു പോയിന്റ് ഇവിടെ റെലവന്റ് ആണ്. പക്ഷേ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഡ്ജർ, അതുപോലെ ക്യാഷ് ബുക്ക്, അതുപോലെ ജേണൽ തുടങ്ങി കംപ്ലീറ്റ് സെറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇവരുടെ കയ്യിൽ ഉണ്ടാവണം. ഓക്കെ, ഇതൊട്ടും എളുപ്പമുള്ള പരിപാടിയല്ല. ഒരു സ്മോൾ ബിസിനസ്മാന്, ഓക്കെ, ഒരു മീഡിയം ആൻഡ് സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് ബിസിനസ്മാന് ഈ പ്രൊവിഷൻസ് ഒക്കെ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇവർക്ക് കൃത്യമായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടാകണം നിർബന്ധമില്ല. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് തന്നെയാണ് പ്രൊവിഷൻ. പക്ഷേ ഇവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാകണം നിർബന്ധമില്ല. സോ അതുകൊണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാതെ തന്നെ ഇവർക്ക് ബിസിനസ് ചെയ്യാൻ ഒരു ബെനിഫിറ്റ് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ടേൺ ഓവർ സ്പെസിഫൈഡ് ലിമിറ്റിന് താഴെയാണെങ്കിൽ മാത്രമേ ഈ ബെനിഫിറ്റ് കിട്ടൂ. പിന്നെ ഈ ബെനിഫിറ്റിന് പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. ലെറ്റ്സ് സേ ഈ സ്കീമിന് ഈ ഒരു ബെനിഫിറ്റ് കൊടുക്കുന്ന സ്കീമിനെ നമ്മൾ 44AD എന്നാണ് വിളിക്കുന്നത്. സ്മോൾ ടാക്സ് പേയേഴ്സിന് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാതെ, നോ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാതെ ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരം ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നുണ്ട്. പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും വേണ്ട. ഓക്കെ, പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും ഇല്ലാതെ തന്നെ ഇവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാം. ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല, ഓക്കെ, പക്ഷേ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാം. പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇല്ലാതെ തന്നെ ഇവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാം. 44AD എന്നാണ് ഈ സ്കീമിന്റെ പേര്, പ്രിസംപ്റ്റീവ് ടാക്സേഷൻ. പക്ഷേ സാർ, അപ്പോൾ ഇവർക്ക് ടാക്സ് ഒന്നും അടയ്ക്കണ്ടേ? യെസ്, അടയ്ക്കണം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 44AD പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എടുക്കുന്ന ഒരു ബിസിനസ്മാൻ, അയാൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും കീപ്പ് ചെയ്യേണ്ട. പകരം ആകെ മൊത്തം ചെയ്യേണ്ടത് ടോട്ടൽ ടേൺ ഓവർ എത്രയാണോ, ടോട്ടൽ ടേൺ ഓവറിന്റെ ലെറ്റ്സ് സേ ഇയാളുടെ ടോട്ടൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 50 lakh ആണ്. ഈ ടോട്ടൽ ടേൺ ഓവറിന്റെ 8% പ്രോഫിറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്താൽ മാത്രം മതി. വേറെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും വേണ്ട, റെക്കോർഡ്സും വേണ്ട, ഒരു തലവേദനയില്ല. ഇയാളുടെ ടോട്ടൽ ടേൺ ഓവർ എത്രയാണോ അതിന്റെ 8% പ്രോഫിറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുക. 8% പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്ത് അതിനുള്ള ഇൻകം ടാക്സ് അങ്ങ് പേ ചെയ്ത് പോവുക. അത്രയും ചെയ്താൽ മതി, വേറെ ഒരു പാടുമില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ എത്ര രൂപ വരെ ടേൺ ഓവർ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു സ്കീം ചൂസ് ചെയ്യാം? ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത് മാക്സിമം 2 CR. ഓക്കെ, 2 കോടി രൂപ വരെ ടേൺ ഓവർ ഉള്ള ഒരാൾക്ക് പ്രിസംപ്റ്റീവ് സ്കീം ഇവിടെ ചൂസ് ചെയ്യാൻ അവകാശമുണ്ട്. നമുക്ക് അമെന്റ്മെന്റ്സ് ഒന്നും കൂടെ പറയാം കേട്ടോ. സോ എനിവേ, ലെറ്റ്സ് സേ ഒരു എക്സാമ്പിൾ ഇവിടെ നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ, ലെറ്റ്സ് സേ നിങ്ങളൊരു സ്മോൾ ബിസിനസ്മാൻ ആണ്. നിങ്ങളുടെ പ്രീവിയസ് ഇയർ ടേൺ ഓവർ എന്ന് പറയുന്നത് 78 lakh. നിങ്ങൾക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സോ ഡോക്യുമെന്റ്സോ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് എത്ര രൂപ പ്രിസംപ്റ്റീവ് പ്രോഫിറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം? ഓക്കെ, പറയൂ, നിങ്ങൾക്ക് മാക്സിമം എത്ര രൂപ പ്രിസംപ്റ്റീവ് പ്രോഫിറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം? 78 lakh rupees ആണ് നിങ്ങളുടെ ടോട്ടൽ ടേൺ ഓവർ. നിങ്ങൾക്ക് എത്ര രൂപ പ്രിസംപ്റ്റീവ് പ്രോഫിറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം? 78 lakh നിങ്ങളുടെ ടേൺ ഓവർ ആണ്. നമുക്ക് അമെന്റ്മെന്റ് ഒന്നും കൂടെ ഞാൻ പറയാം കേട്ടോ. 78 lakh rupees നിങ്ങളുടെ ടേൺ ഓവർ ആണ്. നിങ്ങൾക്ക് പ്രോഫിറ്റ് എത്ര വരെ ഡിക്ലെയർ ചെയ്യാം? പ്രിസംപ്റ്റീവ് സ്കീം പ്രകാരം പ്രോഫിറ്റ് എത്ര രൂപ വരെ നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാം? സിമ്പിൾ ആൻസർ ആണ്. 78 lakhന്റെ 8% എന്ന് പറഞ്ഞ എമൗണ്ട് എത്രയാ? 6,24,000 ആണ്. 78 lakhന്റെ 8% 6,24,000. ഓക്കെ, ലെറ്റ്സ് സേ നിങ്ങളുടെ ടേൺ ഓവർ 2,45 lakh, 2.45 CR. പ്രിസംപ്റ്റീവ് സ്കീം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? നോ. കാരണം ടേൺ ഓവർ 2 crore താഴെയാണെങ്കിൽ മാത്രമേ ഈ പ്രിസംപ്റ്റീവ് സ്കീം ചൂസ് ചെയ്യാൻ പറ്റൂ. പ്രിസംപ്റ്റീവ് സ്കീം ചൂസ് ചെയ്യുന്നത് നല്ലതാണ്, കാരണം നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണ്ട. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാം. സാർ, എന്താണ് ബുദ്ധിമുട്ട്? നോർമലി ഒരു അക്കൗണ്ടന്റിനെ വെക്കണം. നമ്മുടെ സ്ഥാപനത്തിൽ ഒരു അക്കൗണ്ടന്റിനെ വെക്കണം. ഫുൾ ടൈം അക്കൗണ്ടന്റിനെ വെച്ച് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്ത് പോകണം. മോസ്റ്റ് പ്രോബബ്ലി ടാലി അല്ലെങ്കിൽ അതുപോലത്തെ ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. ഇനി ഇത് പറ്റില്ല എങ്കിൽ ഏതെങ്കിലും ഒരു ടാക്സ് കൺസൾട്ടന്റിന്റെ അടുത്ത് പോയി എല്ലാ മാസവും ഈ ബുക്സ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ബുക്സ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് മാസം ഒരു 3,000, 4,000, 5,000 രൂപ ഫീസ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഈ ഒരു കഷ്ടപ്പാടെല്ലാം നമുക്ക് ഒഴിവാക്കാം ഈ 44AD സ്കീം ഉപയോഗിച്ച്. ടേൺ ഓവർ എത്രയെന്ന് മാത്രം കൂട്ടി നോക്കിയാൽ മതി. ആ
കിട്ടുന്ന ടേൺ ഓവറിന്റെ 8% പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്യുക. പരിപാടി കഴിഞ്ഞു. സാർ 8%-ൽ കൂടുതൽ ഡിക്ലെയർ ചെയ്യാൻ പറ്റുമോ? യെസ്, പറ്റും. ഒരു കുഴപ്പമില്ല. ഓക്കെ, ലെറ്റ്സ് സേ നിങ്ങളൊരു ബിസിനസ്സുകാരനാണ്. നിങ്ങളുടെ ടോട്ടൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 92 ലാക്ക്. 92 ലാക്ക് ആണ് നിങ്ങളുടെ ടോട്ടൽ ടേൺ ഓവർ. കമ്പ്യൂട്ട് യുവർ പ്രിസംപ്റ്റീവ് ഇൻകം അണ്ടർ സെക്ഷൻ 44 AD. എത്രയാണ്? 92 ലാക്കിന്റെ 8% എന്ന് പറയുമ്പോൾ എത്ര വരും? 7,36,000. ഓക്കെ, 7,36,000 നിങ്ങൾ പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്യണം. ഇത് ടാക്സ് അല്ല കേട്ടോ, ഇത് പ്രോഫിറ്റ് ആണ്. ഈ 7,36,000ന്റെ ടാക്സ് എത്രയാ വരുന്നത് വെച്ചാൽ കമ്പ്യൂട്ട് ചെയ്യുക, അതങ്ങ് പേ ചെയ്യുക. പരിപാടി കഴിഞ്ഞു. വേറെ ഒരു പാടുമില്ല. ഇത് ഒത്തിരി എളുപ്പമുണ്ട് ഈ സ്കീം വന്നേ പിന്നെ. ഓക്കെ, ഗവൺമെന്റിനല്ല, ടാക്സ് പേയേഴ്സിന് ഭയങ്കര ബെനിഫിറ്റ് ഉണ്ട് ഈ സ്കീം വന്നേ പിന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ ബിസിനസ്സുകാരുടെ കാര്യം പറഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ പ്രൊഫഷണൽസിന്റെ. നമ്മൾ എന്ത് പറഞ്ഞാലും ബിസിനസിനെയും പ്രൊഫഷനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കാണുന്നത്. പ്രൊഫഷണൽസിന് പക്ഷേ ഈ നിസ്സാരമായ 8% മാത്രം ഡിക്ലെയർ ചെയ്താൽ പോരാ. ഓക്കെ, ഈ 8% കൂടെ ഒരു ഫിഗറും കൂടെ വരും. ഇവിടെ ഒരു 6% കേസ് ഉണ്ട്. ഞാനത് അതിലേക്ക് പതുക്കെ വരാം. ഒരു 6% കേസ് ഉണ്ട്, നമുക്ക് അതിലേക്ക് പതുക്കെ വരാം. ഓക്കെ, സോ പ്രൊഫഷണൽസിന് ഒരു മിയർ 8% ഡിക്ലെയർ ചെയ്താൽ മാത്രം പോരാ. പ്രൊഫഷണൽസിന് അവരുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ അല്ലെങ്കിൽ ഗ്രോസ് റെസീപ്റ്റ്സിന്റെ എത്രയായിരിക്കും? 50% പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്യണം. ലെറ്റ്സ് സേ നിങ്ങളൊരു പ്രൊഫഷണലാണ്, നിങ്ങളൊരു ഡോക്ടറാണ്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങളുടെ ടോട്ടൽ ഗ്രോസ് റെസീപ്റ്റ്സ് എന്ന് പറയുന്നത് 9,24,000. നിങ്ങൾ ഡിക്ലെയർ ചെയ്യേണ്ട പ്രോഫിറ്റ് എത്രയാണ് ആസ് പെർ പ്രിസംപ്റ്റീവ് സ്കീം? എത്രയാണ്? ഒന്ന് ആലോചിക്കാൻ മതി, വലിയ പാടൊന്നുമില്ല. പറയൂ, എത്രയാണ്? പറയൂ. വലിയ ബുദ്ധിമുട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഒന്നും അല്ല. പ്രോഫിറ്റ് എത്ര ഡിക്ലെയർ ചെയ്യണം? എല്ലാവരും പറയാം. മൊത്തം 1-2 പേരെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളല്ലോ. നമുക്ക് എല്ലാവരുടെയും കയ്യിൽ നിന്ന് ആൻസർ വേണം. റിപ്ലൈ തരൂ, പെട്ടെന്ന് റിപ്ലൈ പോസ്റ്റ് ചെയ്യും. പറയൂ. യെസ്, 4,62,000. യെസ്, ഈ 4,62,000 നിങ്ങൾ പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്യണം. ടാക്സ് അല്ല കേട്ടോ, പ്രോഫിറ്റ്. 4,62,000. ഈ 4,62,000 എന്തെങ്കിലും ഇൻകം ടാക്സ് വരുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? 4,62,000 ഇൻകം ടാക്സ് എന്തെങ്കിലും വരുമോ? 4,62,000 ഇൻകം ടാക്സ് ഒന്ന് കമ്പ്യൂട്ട് ചെയ്യാവോ? 4,62,000 ഇൻകം ടാക്സ് ഒന്ന് കമ്പ്യൂട്ട് ചെയ്യാമോ? ഓർക്കുന്നുണ്ടോ എങ്ങനെയാന്ന്? പ്രോഫിറ്റ്, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഓക്കെ, 4,62,000. സ്ലാബ് റേറ്റ് അപ്ലൈ ചെയ്യണോ നമുക്കറിയാം. അപ് ടു 2,50,000 250K. Then 2,50,000 to എത്രയാ? 4,62,000. 2,50,000 to 4,62,000 ടാക്സ് എമൗണ്ട് എത്ര വരും? ടാക്സ് എമൗണ്ട് 462 മൈനസ് 250 എത്രയാ? എത്ര വരും? 2,12,000 ആണോ? ഓക്കെ, 2,12,000ന്റെ 5% എത്രയാ? 2,12,000ന്റെ 5%. 2,12,000ന്റെ 5% 10,600 ആണോ? ഓക്കെ, 10,600 ഇൻകം ടാക്സ് വരുന്നുണ്ട്. പക്ഷേ ഗ്രോസ് നമ്മുടെ ടോട്ടൽ ഇൻകം ലെസ് ദാൻ 5 ലാക്ക് ആണ്. അതുകൊണ്ട് നമുക്ക് ആ 87 റീബേറ്റിംഗ് വരില്ലേ? 87 റീബേറ്റ് 12,500 റുപ്പീസ് വരെ വരും. നമുക്ക് അത്രയൊന്നും വേണ്ട. 10,600 റുപ്പീസ് റീബേറ്റ് വന്നു. സോ ടാക്സ് ഒന്നും അടയ്ക്കേണ്ടി വരുന്നില്ല. സോ ബേസിക്കലി ഈ ഒരു ഡോക്ടർക്ക് ധൈര്യമായിട്ട് വേണമെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 4,62,000 അല്ല, കുറച്ചും കൂടെ കൂടുതൽ കാണിച്ചോളൂ. അപ് ടു 5 ലാക്ക് റുപ്പീസ് വരെ ധൈര്യമായിട്ട് കാണിക്കാം. 5 ലാക്ക് വേണ്ട, ഒരു 4,98,000 വരെ, 99,000 വരെ ധൈര്യമായിട്ട് കാണിക്കാം. നോ ഇഷ്യൂ. ഓക്കെ, ടാക്സ് ഒന്നും വരില്ല. കാരണം റീബേറ്റിന്റെ ബെനിഫിറ്റ് ഉണ്ട്. ബേസിക്കലി ഇൻകം ടാക്സ് ഒന്നും തന്നെ അടയ്ക്കേണ്ടി വരില്ല. ഓക്കെ, 1 മണിക്കൂറായല്ലേ? നമുക്കെന്നാ ഒരു ബ്രേക്ക് എടുക്കാം.